ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ ബയോട്ടോറിയം വളരെ സജീവമായിട്ട് ചെയ്തു വരുന്നു. കേരളത്തിലെമ്പാടും തന്നെ ഈ ബയോട്ടോറിയത്തിൻ്റെ പ്രോഡക്റ്റുകൾ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബയോട്ടോറിയത്തിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റ് പ്രോഡക്റ്റാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളൊരു സെഗ്മെൻറ്റാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ശരീരത്തിന് പോഷകം കൊടുക്കുക, അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, അതുപോലെ രോഗനിവാരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, ഇന്ത്യയിലെ നിന്ന് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള നമ്പർ 1 എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ഈ ബയോട്ടോറിയം ഹിബാറിസ് മോർ പവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ നമ്മളെ ഇന്ത്യയിൽ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെയധികം ഹിറ്റായി, വളരെയധികം സ്വീകാര്യത നേടിയെടുക്കാൻ ഈ ഒരു പ്രോഡക്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ അല്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകം കൊടുക്കുക, പ്രകൃതിദത്തമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ടുകളാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള ഹെർബുകളിൽ നിന്ന് എടുക്കുന്ന കോമ്പൗണ്ടുകളെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റുകളെയാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉൽപ്പന്നമാണ് ഹിബാറിസ് മോർ പവർ ബയോട്ടോറിയത്തിൻ്റെ. കുറേ ആളുകൾക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മൾ ഉള്ളിലേക്കൊരു സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ അതിന് ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണോ എന്നുള്ളത്. 100% ഹിബാറിസ് മോർ പവർ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. അത് NABL സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട്, നാഷണൽ അക്രിഡേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസിൻ്റെ ആ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ന് ആയുർവേദ, സിദ്ധ, യുനാനി വിഭാഗത്തിലൊക്കെ വരുന്ന മെഡിസിനുകൾക്ക് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റുകൾക്കൊക്കെ ഏറ്റവും അതിൻ്റെ അതോറിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ആയുഷാണ്, മിനിസ്ട്രി ഓഫ് ആയുഷാണ്. ആ ആയുഷിൻ്റെ സർട്ടിഫിക്കേഷനുള്ള ഒരു പ്രോഡക്റ്റാണ് ഹിബാറിസ് മോർ പവർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിലുള്ള കോമ്പിനേഷൻ, മോർ പവർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആയുർവേദ, സിദ്ധ, യുനാനി ഹെർബുകളുടെ കോമ്പിനേഷനാണ്. ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്തിനു വേണ്ടി നമ്മൾ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷക ദാരിദ്ര്യമുണ്ട്. മാൽ ന്യൂട്രീഷൻ എന്നാണ് അതിന് പറയുന്നത്. ഈ പോഷകക്കുറവുകൾ, അതിൽ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, മൈക്രോ ന്യൂട്രിയൻസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുകൾ, അമിനോ ആസിഡ്സുകൾ, എൻസൈമുകൾ, ട്രൈസ് എലമെൻസുകൾ, ഇങ്ങനെ തുടങ്ങുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കുറവുകൾ, ഇതിൻ്റെയൊക്കെ അപര്യാപ്തത, ഇതിൻ്റെ പോരായ്മ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ വിഷലിപ്തമായിട്ടുള്ള ഭക്ഷണങ്ങളും എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളും മാലിന്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്, കെമിക്കലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം പുറന്തള്ളുകയും നമ്മുടെ ശരീരത്തിന് സെല്ലുകൾക്ക് ആരോഗ്യകരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഹിബാറിസിൻ്റെ മോർ പവർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ബയോട്ടോറിയം ഹിബാറിസ് മോർ പവർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് ഗുണങ്ങൾ ഇതിലൂടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ജീവകങ്ങളും ഇതിനകത്തുണ്ട്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സിരകൾ, ധമനികൾക്ക് ഉള്ളിലുണ്ടാകുന്ന പ്ലക്കുകൾ അടിഞ്ഞുകൂടാതെ അതിന് സുഗമമായി ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. പ്ലക്കുകൾ അടിഞ്ഞുകൂടാതെ, അതുപോലെ തന്നെ വെയിനുകളുടെ ഒക്കെ തന്നെ അതിൻ്റെ സങ്കോച വികാസ ശക്തിയൊക്കെ ക്രമപ്പെട്ട് നിൽക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ്. ആ നൈട്രിക് ഓക്സൈഡ് ഇതിനകത്തുണ്ട് പ്രകൃതിദത്തമായിട്ട്. അതുപോലെ തന്നെ ആൽക്കലോയിഡ്സുകളുണ്ട്, ശരീരത്തിന് ഒരു ആൻറ്റി ഇൻഫ്ലാമേറ്ററി എഫക്റ്റ് കൊടുക്കുന്ന, നാച്ചുറലായിട്ടുള്ള പെയിൻ കില്ലർ എന്നൊക്കെ നമ്മൾ പറയുന്ന അനാൾജസിക് എഫക്റ്റ് കൊടുക്കുന്നൊക്കെ ഘടകങ്ങളാണ് ഈ ആൽക്കലോയിഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലോയിഡ്സുകൾ ഇതിനകത്തുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരോക്സീകാരികൾ, ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറയുന്നത്. നിരന്തരം നമ്മുടെ ശരീരം ഓക്സീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജ്, സെൽ ഡാമേജ് കുറയ്ക്കുന്നതിനും ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ഇല്ലാതാക്കുന്നതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അഥവാ നിരോക്സീകാരികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഫ്രൂട്ട്സുകളിൽ നിന്നും ഒക്കെയാണ് ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് സീഡ്സുകളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്.
ഇതൊന്നും സഫീഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ആ കുറവുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കുറവുകൾ, സെൽ ഡാമേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഘടകങ്ങൾ ധാരാളം നമ്മുടെ ഈ മോർ പവറിനകത്തുണ്ട്. അതുപോലെ മിനറൽസ് ഉണ്ട്, ധാതുക്കൾ എന്ന് പറയും. ആ ധാതുക്കൾ ഇതിനകത്തുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസ്, മോർ ദാൻ 160+ ന്യൂട്രിയൻസ് ഉള്ള ഒരു ഘടകമാണ് മോർ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് അനവധി ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ 11-ലധികം വരുന്ന സിസ്റ്റങ്ങളെ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്ലിയറായിട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ ഇത് സഹായകമാണ്. അപ്പോൾ ഒരു 18 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാം. ഇനി ചില ഘട്ടങ്ങളിലൊക്കെ 18 വയസ്സിന് മുമ്പുള്ള ആളുകൾക്കും ആവശ്യ സമയങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് ശരീരത്തിൻ്റെ ജീവകോശങ്ങളുടെ ആ ഊർജ്ജസ്വലത നിലനിൽക്കാനും ഒക്കെ തന്നെ, അതിൻ്റെ ധർമ്മം ചെയ്യാനും, അതിലൂടെ അവയവങ്ങളുടെ ധർമ്മം ചെയ്യാനും, സിസ്റ്റങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനം നടത്താനൊക്കെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ധാരാളം ബെനിഫിറ്റുകൾ, ഹെൽത്ത് ബെനിഫിറ്റുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്കുണ്ട്. ഇതിൽ 2 തരത്തിലാണ് ഹിബാറിയസ് മോർ പവർ നമുക്ക് കിട്ടുന്നത്. ഒന്ന് ഇതിൻ്റെ റെഗുലർ വരുന്നുണ്ട്, മറ്റേത് അതുപോലെ തന്നെ പ്രീമിയം വരുന്നുണ്ട്. 2 തരത്തിൽ ഇത് വരുന്നുണ്ട്. 30 ഗ്രാമിൻ്റെ ബോട്ടിലും വരുന്നുണ്ട്, 300 ഗ്രാമിൻ്റെ ബോട്ടിലും വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പാക്കേജായിട്ട് നമുക്കൊരു ബോക്സിലായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ ആയുർവേദ, സിദ്ധ, യുനാനി ഹെർബുകളുടെ ഒരു കോമ്പിനേഷനാണെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുന അഥവാ ടെർമിനേലിയ അർജുന എന്ന് പറയും.